ശ്രീ പി രാജീവ് തന്നെ ഒരു ബാനർ പിടിച്ചു നിൽക്കുന്ന ചിത്രമുണ്ട്, വാതക ബോംബ് എന്നൊക്കെ ഒരു ബാനർ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം ഗെയിൽ പദ്ധതി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അങ്ങയുടെ മന്ത്രിസഭ അടക്കം അത് മാധു വളരെ ഈ തെറ്റായിട്ടുള്ള പ്രതീതിയൊക്കെ അകത്ത് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. ഇത് ഞാൻ 3-4 തവണ വിസ്തീരിച്ചതാണ്. നിങ്ങളുടെ അല്ല, ഞാൻ മാധ്യമങ്ങളിൽ തന്നെ വിസ്തീരിച്ചതാണ്. കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ ഇന്റർവ്യൂ ചോദിച്ചു, അല്ല കിറ്റക്സ് കേരളം വിട്ടു പോയില്ലേ, എന്നിട്ട് എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോൾ ഒരാൾ പോലും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഒരു നോക്കിക്കോളൂ, 11,000 പേര് കിറ്റക്സിന് ഇപ്പോഴും ജോലി ചെയ്യുന്നു. പക്ഷെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കിറ്റക്സ് വിട്ടല്ലോ എന്ന് പറയും. ഞാൻ ഗെയിലിന്റെ കാര്യമാണ്. അല്ല, ഞാനിതുകൊണ്ടും പറയും, ഗെയിലിന്റെ കാര്യത്തിൽ ഞാൻ വിസ്തീരിച്ചതാണ്. ഗെയിലിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഈ രാജേഷിന്റെ മണ്ഡലത്തിനടുത്ത് എവിടെയോ വാതക ബോംബ് എന്ന് പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചെന്നൊരു നോട്ടീസ് വെച്ചിട്ട് ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലമാണത്. അല്ല, ഏതൊരു സ്ഥലം. യഥാർത്ഥത്തിൽ ഗെയിൽ സന്ദർഭത്തിൽ ഞങ്ങളുടെ സമരം നടന്നു. ഞാൻ ചോദ്യം വന്നായി, ഉത്തരം പറയാലോ. ആ സമരത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സമരം. ഈ ഗെയിൽ എന്നുള്ളത് പൈപ്പ് ലൈൻ ആക്ട് ഉണ്ട്. പൈപ്പ് ലൈൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം എടുക്കില്ല, ഉപയോഗാവകാശം എടുക്കുക. ഉപയോഗാവകാശം എടുക്കുമ്പോൾ എത്ര രൂപ കൊടുക്കും? പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങളാരും പഠിക്കില്ല. നിങ്ങൾ ഈ ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ളതാണല്ലോ ഈ ന്യൂസ് അവറുകളുടെ പ്രധാന. അപ്പോൾ അതിൽ ഇതനുസരിച്ച് 10% മാത്രമേ നഷ്ടപരിഹാരമുള്ളൂ. ഉടമസ്ഥാവകാശം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചാണ് 2.5 ഇരട്ടിയോളം കിട്ടും. അപ്പോൾ ഒരു സെന്റിന് 100 രൂപയാണെങ്കിൽ 10 ഉറുപ്പികയായിരിക്കും പൈപ്പ് ഇടുമ്പോൾ കിട്ടുക. ഞങ്ങൾ കൃഷ്ണയ്യർ സ്വാമി ഉണ്ടായി, ഞാനുണ്ടായി, ഞങ്ങൾ സമരം നടത്തി. അന്ന് ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. യോഗം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്നുള്ളത് മാറ്റണം. അത് നിയമപ്രകാരം അങ്ങനെ തന്നെയാണ്. 2 അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണം. നിയമം കറക്റ്റാണ്. പക്ഷെ നിങ്ങൾ പൈപ്പ് ഇട്ടാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ വില കുറയും. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കണം. അന്ന് ഞാൻ MP ആണ്. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, MP നിയമം അറിയാലോ, 10% കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ചർച്ച തീർന്നു. അത് കഴിഞ്ഞിട്ട് 2016 കേരളത്തിൽ ഒരു സംഭവം ഉണ്ടായി. പിണറായി മുഖ്യമന്ത്രി. വീണ്ടും ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചു. അന്ന് ഞാൻ മന്ത്രിയല്ല, അപ്പോൾ ഞാൻ പാർട്ടി സെക്രട്ടറിയാണ്, ജില്ലാ സെക്രട്ടറിയാണ്. പിണറായി യോഗം വിളിച്ചു. ഞങ്ങൾ ഭരണം മാറുമ്പോഴും ഭരണകൂടം മാറില്ല, ഈ സിസ്റ്റം തുടരും, ബ്യൂറോക്രസി മാറില്ല. അപ്പോൾ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായിട്ടും പറഞ്ഞു, CM അത് സാർ, അത് കേന്ദ്ര നിയമമാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭൂമി വില നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. ഭൂമി വിലയുടെ 10% കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിണറായി വിജയൻ എന്ന പ്രായോഗിക മതിയായ ഭരണകർത്താവ് ചോദിച്ചു, ഭൂമിയുടെ വില ആരാ നിശ്ചയിക്കുന്നത്, കേന്ദ്രമാണോ നമ്മളാണോ? അപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ നമ്മളാണ്. ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടുത്തെ ഭൂമിയുടെ വില 1000 രൂപയാക്കിക്കോ. അപ്പോൾ 10% എത്രയായി? 100 രൂപയായി. അപ്പോൾ ഭൂമിയുടെ വില കിട്ടി. ആ ഒറ്റ പ്രശ്നത്തിലാണ് നേരത്തെ പൈപ്പ് ഇടാൻ വിസമ്മതിച്ചിരുന്ന ആളുകൾ പിന്നെ ചോദിച്ചു, 2-3 പൈപ്പ് ഇടാമോ എന്ന് ചോദിച്ചു. കാരണം എന്താ? വില കിട്ടി. അല്ലാണ്ട് ഞാൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാ. ഇത് ഭൂമിയിൽ അടിയിൽ പോകുമ്പോൾ പൊട്ടിത്തെറിക്കും എന്ന് പറയുന്ന ആളല്ലേ ഞാൻ. എന്നാൽ ന്യായമായത് കിട്ടും. അതാണ് കേരളത്തിൽ, അങ്ങനെയാണ്. അല്ലാണ്ട് നിങ്ങൾ പറയുന്ന പോലെ മുണ്ടൊടുക്കുന്ന മോദിയായി പിണറായി ആയുധമെടുത്തിട്ട് സമരത്തെ അടിച്ചമർത്തിയിട്ടല്ല കേരളത്തിൽ ഗെയിൽ പൈപ്പ് ലൈൻ ഇട്ടത്. ജനങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്ത് മനസ്സിലാക്കി ന്യായമായ നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നേരെ 2-3 പൈപ്പ് ഇട്ടു. അങ്ങനെയാണ് ഞങ്ങളുടെ അഭിമാനമായി മാറിയത്. സമരക്കാര് ഭരണക്കാരായതുകൊണ്ടല്ലേ? ഞാനത് പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് പോസിറ്റീവേ ആയിട്ടല്ല, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് നെഗറ്റീവായിട്ടാ. ഞങ്ങൾ ഈ സമരം ശ്രീ പി രാജീവ് ചെയ്തതുകൊണ്ടാണ് അങ്ങേക്ക് ഈ കാര്യം, അങ്ങയുടെ സർക്കാരിന് ഈ കാര്യം ചെയ്യാൻ പറ്റിയത്. വാതക ബോംബാണെന്ന് നിങ്ങൾക്ക് ക്രിയാത്മകമായ നിലപാടുണ്ട്, നിഷേധാത്മകമായ നിലപാടുണ്ട്, സമരസപ്പെടുന്ന നിലപാടുണ്ട്, സമരോത്സുക നിലപാടുണ്ട്. ക്രിയാത്മകം എന്താ? ക്രിയാത്മകം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള മാറ്റങ്ങൾ നിർദ്ദേശിക്കും. നിഷേധാത്മകം എന്താ? ഇപ്പൊ പറയുമല്ലോ, ടെൻഡർ വിളിച്ചോ. ടെൻഡർ വിളിക്കാതെ എന്ത് പണിയെ കാണിച്ചു? ടെൻഡർ വിളിക്കാതെ അല്ലേ ഈ രാജേഷ് എന്ന മന്ത്രി കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ അനുമതി കൊടുക്കാൻ പോയത്? ഞാനാണ് ഈ മന്ത്രിയെ പോലും കാണരുതെന്ന് പറഞ്ഞു, നേരെ ഓൺലൈനിൽ കൊടുക്കാം. ലോകത്ത് എവിടെങ്കിലും ടെൻഡർ വിളിച്ചിട്ടുണ്ടോ വ്യവസായം തുടങ്ങാൻ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിച്ചിട്ടില്ല. MP രാജേഷ് അത് അറിയുകയും ചെയ്യാം, ടെൻഡർ വിളിക്കുമോ എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അത് നിഷേധാത്മക. ക്രിയാത്മകമായി ഞങ്ങൾ പറഞ്ഞത് നഷ്ടപരിഹാരം കൊടുത്തു. ഇപ്പൊ 60 മീറ്ററിൽ വേണം, 30 മീറ്റർ വേണം, തർക്കം നടന്നു. അന്ന് പിണറായി പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രിയല്ല. യോഗത്തിൽ പങ്കെടുത്തിരുന്നു. നിങ്ങൾ 45 മീറ്റർ പണിത് ഞങ്ങൾ റെഡി. കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പ്രതിപക്ഷത്തെ നയിക്കുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറി വികസനത്തിന് വേണ്ടി ആ നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ ആ സമരത്തിൽ നിന്നില്ല. ഒരു കാര്യം ഇതില് ഈ പറഞ്ഞതാണ്, നിങ്ങൾ ഗെയിലിനെ എതിർത്തവരല്ലേ? ഏതാണ് ചോദ്യം. ഞങ്ങൾ എതിർത്തത് ഗെയിലിനെ അല്ല.
ഗെയിലിന് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം കിട്ടാത്തതിനെയാണ് എതിർത്തത്. അപ്പൊ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ ഗെയിൽ വേണം എന്ന പ്രമേയം അവതരിപ്പിച്ചത്. അന്ന് CPIM പ്രതിപക്ഷത്താണ്. ഗെയിൽ നടപ്പാക്കണമെന്നും അത് കേരളത്തിന്റെ വ്യാവസായിക കുതിപ്പിന് സഹായകരമാവും എന്നുമുള്ള പ്രമേയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ പറയാം, LNGയുടെ ഒരു പെട്രോനെറ്റിന്റെ വൈപ്പിനിൽ വലിയ സമരമായിരുന്നല്ലോ കുറെ ആളുകളുടെ. ഞങ്ങൾ അതിന്റെ ഇപ്പോ പെട്രോനെറ്റ് തുടങ്ങി, ഒരു വാർത്തയല്ല, LNGയുടെ തുടങ്ങിയല്ലോ. ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് എളുപ്പമാണ്. നിങ്ങൾ ഗെയിലിനെ എതിർത്തില്ല. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ എല്ലാ നുണകളും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. വിശദീകരണം ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഞാനിപ്പോൾ എത്ര സമയം എടുത്തു നിങ്ങളോട് അത് വിശദീകരിക്കാം? മറ്റേ നിങ്ങളുടെ ഒരു 2 സെക്കൻഡ് ചോദ്യമുള്ളൂ, അതിങ്ങനെ കിടക്കും. ഞാനിതിനെ ഡീകൺസ്ട്രക്ട് ചെയ്ത് അപനിർമ്മിച്ച് ഇങ്ങനെയല്ല, അങ്ങനെയായിരുന്നു, ഇങ്ങനെ വന്നു, ഇതൊക്കെ വിശദീകരിക്കുമ്പോഴേക്കും നിങ്ങൾ അടുത്ത 8 ഇട്ടിട്ടുണ്ടാവും. അത് എളുപ്പമാണ്. ഞാനിവിടെ ഇട്ടിട്ടില്ല. അത് എളുപ്പമുള്ള ജോലിയാണ്. ഈ വസ്തുത വിശദീകരിക്കുക എന്നുള്ളത് കൂടുതൽ സമയമെടുക്കുന്ന കാര്യമാണ്. വസ്തുതാവിരുദ്ധത പ്രചരിപ്പിക്കുക എന്നുള്ളത് എളുപ്പമാണ്. അതുകൊണ്ടാണ് മറ്റേ ചൊല്ല് ഏതാണ്, നുണ ലോകം ചുറ്റും, സത്യം ചെരുപ്പിട്ടിറങ്ങുമ്പോഴേക്കും നുണ ഉലകം ചുറ്റിക്കഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പൊ അത് മാറി. നുണ ഈ സത്യം സോക്സ് അന്വേഷിക്കുമ്പോഴേക്കും നുണ ചുറ്റി വരും. ഇപ്പോഴത്തെ നുണയാണെങ്കിൽ ഒട്ടും മര്യാദക്കാരനുമല്ല, പോണ വഴിക്കൊക്കെ പ്രസവിച്ചുകൊണ്ടേയിരിക്കും. ഈ പ്രസവിക്കുന്ന നുണകളാണെങ്കിൽ ഈ പ്രസവിച്ച നുണയുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ഈ പുറപ്പെടുന്ന നുണ തിരിച്ചിങ്ങനെ കറങ്ങി ലോകം കറങ്ങി വരുമ്പോഴേക്കും ഒരു 1000 പുതിയ നുണകളാവും. ഈ ഒരേ രൂപങ്ങളല്ല, പുതിയ നുണകളാവും. അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. അതാണ് ഞങ്ങൾ ഈ പ്രതീതി നിർമ്മാണം, സത്യാനന്തര ലോകം, കടുപ്പുള്ള ചില വാക്കുകൾ പറയാറില്ല. ഇതാണ് ഈ സംഗതി.